ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മുടെ സെറ്റ് എക്സാമിങ് വളരെ അടുത്തെത്തി കഴിഞ്ഞു അല്ലേ? ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. ഫെബ്രുവരി മാസത്തിൽ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി എഴുതാനായിട്ട് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനിയുള്ള ഈ 10 ദിവസങ്ങളെ ഉണ്ട് നമുക്ക് നമ്മുടെ വലിയ സിലബസ് ഉണ്ടല്ലേ. ഈ സിലബസിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് റിവൈസ് ചെയ്യാനും ഒന്ന് വളരെ വേഗത്തിൽ മനസ്സിലാക്കാനുമായിട്ടുള്ള സമയം മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് അല്ലേ. അപ്പം പലരും ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെ ഇതിന് സമയം കണ്ടെത്താനായിട്ട് പറ്റുമെന്ന് അല്ലേ. ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നും ഈ സമയത്ത് എടുത്തു വെക്കണ്ട. അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് റിവൈസ് ചെയ്ത് പഠിച്ചു പോകാനായിട്ടുള്ള സമയമുണ്ട്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി പോലും നമുക്ക് എന്തുണ്ട്, ഒരു ടൈം ടേബിൾ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും നിങ്ങൾ ഹിസ്റ്ററിയിൽ ആണ് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാനീ പറയാൻ പോകുന്ന ഈ ഒരു സ്ട്രാറ്റജി ഏറ്റവും പ്രയോജനകരമായിരിക്കും. അതുപോലെ ഹിസ്റ്ററി മാത്രമല്ല, മറ്റ് സബ്ജക്റ്റുകൾക്ക് നമ്മൾ ഇതേ രീതിയിൽ തന്നെ നമ്മുടെ പഠനം നടത്തുന്നുണ്ട്. അതായത് ഒരു 10 ദിവസം കൊണ്ട് നമ്മൾ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ഓരോ ദിവസവും ഒരു 2 മണിക്കൂർ സമയം മാറ്റി വെച്ചുകൊണ്ട് മുഴുവൻ കാര്യങ്ങളും പഠിച്ച് തീർക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഓരോ ടോപ്പിക്കുകളും വളരെ ബ്രീഫായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ആ ഭാഗങ്ങളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വളരെ കുറച്ച് സമയം കൊണ്ട് ഒന്ന് വേഗത്തിൽ മനസ്സിലാക്കി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഈ 10 ദിവസത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പോർഷൻസ് കവർ ചെയ്യുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നിങ്ങളുമായിട്ട് ഞാനൊന്ന് വളരെ വേഗത്തിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നോക്കിയേ, ഇതിപ്പം നമ്മളോട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്. 2-3 ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ആ ചോദ്യങ്ങളിലൂടെ നമ്മൾ കൃത്യമായിട്ട് നമ്മളോട് ഇനിയും ചോദിക്കാനായിട്ട് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ നമ്മൾ ഈ 10 ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ 10 ദിവസത്തെ ഈ ഒരു സെഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാനായിട്ടുള്ള കാരണം. ഓക്കെ, ഇവിടെ നോക്കിയേ, ദ സൈക്ലിക്കൽ തിയറി ഓഫ് ഹിസ്റ്ററി ഈസ് ചീഫ്ലി അസോസിയേറ്റഡ് വിത്ത്. അപ്പോൾ ചരിത്രം എന്ന് പറയുന്നത് ഒരു സൈക്ലിക്കലാണ്. അതായത് ഒന്ന് കഴിഞ്ഞ് വീണ്ടും അതേ രീതിയിൽ തന്നെ മറ്റൊന്ന് സംഭവിക്കുന്നു, അതങ്ങനെ തുടർന്ന് പോകുന്ന ഒന്നാണ് എന്ന് പറഞ്ഞത് അതാരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബെൻഡറ്റോ കോഴ്സയുണ്ട്, ഗ്യാം ബാറ്റിസ്റ്റ വീക്കോയുണ്ട്, അതുപോലെ തന്നെ സീസറെ ബൽബോയുണ്ട്, കൂടാതെ കാൾ മാർക്സ് ഉണ്ട്. ഓക്കെ, സൈക്ലിക്കൽ തിയറി ഓഫ് ഹിസ്റ്ററി ഈസ് ചീഫ്ലി അസോസിയേറ്റഡ് വിത്ത്. അപ്പം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ, നിങ്ങൾ ഈ ചോദ്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. യെസ്, അപ്പം ഇതിൻ്റെ ഉത്തരം ഏതാണ് വരുന്നത്? കൃത്യമായിട്ട് ഇതിൻ്റെ ഉത്തരം നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് അല്ലേ. ഗ്യാം ബാറ്റിസ്റ്റ വീക്കോയാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ തിയറി എങ്ങനെയാണ് ഈ സൈക്ലിക്കലായിട്ടുള്ള ചരിത്രം ആവർത്തിക്കപ്പെടുന്നത്, ഇതെല്ലാം നമ്മൾ വളരെ എളുപ്പത്തിൽ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിന് ഒരുപാട് പ്രയോജനം ചെയ്യും. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പോസ്റ്റ് മോഡേണിസ്റ്റ് തിങ്കർ? ഓക്കെ, പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന ആശയം പ്രത്യേകിച്ച് ലിറ്ററേച്ചറിലും ഹിസ്റ്ററിയിലുമൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ് അല്ലേ. അപ്പം ഇവിടെ ആരാണ് പോസ്റ്റ് മോഡേണിസ്റ്റ് തിങ്കർ അല്ലാത്തതെന്നാണ് ചോദിച്ചത്. ലോയ്റ്റോഡ്, കീത്ത് ജെങ്കിൻസ്, റോഡ്നി ഹിൽട്ടൺ, മൈക്കിൾ ഫൂക്കോട്ട്. ആരാണ്? യെസ്, ഇതിനകത്ത് പോസ്റ്റ് മോഡേണിസ്റ്റ് തിങ്കർ അല്ലാത്തത് ആരാണ്? ഓപ്ഷൻ സി ആണ്, റോഡ്നി ഹിൽട്ടൺ ആണ്. ബാക്കി എല്ലാവരും തന്നെ പോസ്റ്റ് മോഡേണിസ്റ്റ് തിങ്കേഴ്സ് ആണ്. അവരുടെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ചും മൈക്കിൾ ഫൂക്കോ, അദ്ദേഹത്തിൻ്റെ ഡിസ്കോഴ്സ് അനാലിസിസ് ഒക്കെ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചു വരുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകൾ അല്ലെ, ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി, അങ്ങനെയുള്ള വർക്കുകൾ, അതിൻ്റെ പ്രത്യേകതകൾ, ഇതെല്ലാം നിരന്തരമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളുമൊക്കെ നമ്മൾ കൃത്യമായിട്ട്
പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കിയേ, ഓതർ ഓഫ് അഗ്രിക്കോള ആൻഡ് ജർമാനിയ, രണ്ട് പ്രധാനപ്പെട്ട വർക്കുകൾ അല്ലെ, അഗ്രിക്കോളയും ജർമാനിയയും എഴുതിയത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടാസിറ്റസ്, ലിവി, പ്ലിനി, കാറ്റോ. ഇതിലാരാണ് ഈ അഗ്രിക്കോളയും ജർമാനിയയും എഴുതിയിരിക്കുന്നത് അല്ലെ? നമ്മൾ ഗ്രീക്കോ റോമൻ ഹിസ്റ്റോറിയോഗ്രാഫി ഒക്കെ പഠിക്കുന്നുണ്ട്. ഗ്രീക്കോ റോമൻ ഹിസ്റ്റോറിയോഗ്രാഫിയെ പറ്റി ചോദ്യമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. നിർബന്ധമായിട്ടും ഉറപ്പായിട്ടും വരുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഉത്തരം ഏതാണ് വരുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ടാസിറ്റസ് ആണ്. യെസ്, അഗ്രിക്കോള ആൻഡ് ജർമാനിയ എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട വർക്കുകൾ എഴുതിയിരിക്കുന്നു. ഈ രണ്ട് വർക്കുകളും രണ്ട് വ്യത്യസ്ത തവണകളായിട്ട് ആവർത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കാറ്റോയുടെ കാര്യവും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, പ്ലിനി, ഇവരെല്ലാവരുടെ കാര്യങ്ങളും മാറി മാറി ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ വർക്കുകൾ, ഇവരുടെ കോൺട്രിബ്യൂഷൻസ്, ഇവർ എവിടെയുള്ളവരായിരുന്നു, എന്തൊക്കെയായിരുന്നു ഇവരുടെ മറ്റു സവിശേഷതകൾ, ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കിയേ, ഐഡൻറ്റിഫൈ ദ പെയേഴ്സ് വിച്ച് ആർ റോങ്ലി മാച്ച്ഡ് അല്ലെ, തെറ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഹിസ്റ്റോറിയോഗ്രാഫിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയൻസ് അവരുടെ വർക്കുകൾ, ഇതൊരു ചോദ്യമാണ് കേട്ടോ. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ടോയൻബി, അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഓഫ് പോപ്സ്, ഹെഗല്, ഫിനോമിനോളജി ഓഫ് മൈൻഡ്, മാർക്ക് ബ്ലോക്ക്, പോവർട്ടി ഓഫ് ഫിലോസഫി, വീക്കോ, ദ ന്യൂ സയൻസ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആൻസർ ആണ് വരുന്നത്. ഇതിലേതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ എന്നാണ് നമുക്ക് നോക്കാനായിട്ട് പറ്റുന്നത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക ഈ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം കേട്ടോ. ഓക്കെ, ഇതിന് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കറക്റ്റ് ആയിട്ടുള്ളത് അല്ലെ. ഒന്നും തെറ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് 1ഉം 3ഉം, ടോയൻബി, ഹിസ്റ്ററി ഓഫ് പോപ്സ്, അതുപോലെ തന്നെ മാർക്ക് ബ്ലോക്ക്, പോവർട്ടി ഓഫ് ഫിലോസഫി എന്ന് പറയുന്ന ഈ രണ്ട് വർക്കുകളാണ് തെറ്റായിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ചില വർക്കുകൾ, ആ വർക്കുകൾ ആരാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദ്യം വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് മാർക്ക് ഒരു കാരണവശാലും നഷ്ടപ്പെട്ട് പോകാനായിട്ട് പാടില്ല അല്ലേ. ഇനിയുള്ള ഈ 10 ദിവസങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാനായിട്ടുള്ള സമയമുണ്ട്. അപ്പം ഹിസ്റ്ററിയിൽ നിങ്ങൾ സെറ്റ് എഴുതുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 10 ഡേ ബാച്ചിൽ നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാം. അഡ്മിഷൻ ഇപ്പോഴും ഓപ്പൺ ആണ്. ഏറ്റവും നന്നായിട്ട് ഈ 10 ദിവസങ്ങൾ കൊണ്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് പരീക്ഷ നല്ല മാർക്കോടുകൂടി വിജയിക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. ഇനിയുള്ള 10 ദിവസം നമ്മൾ ഓരോ ദിവസവും വൈകുന്നേരം 2 മണിക്കൂർ വെച്ചായിരിക്കും ക്ലാസ് ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ ഈ 2 മണിക്കൂറിൽ നമ്മൾ ഓരോ യൂണിറ്റുകളും കൃത്യമായ രീതിയിൽ കവർ ചെയ്ത് പോകും. അത് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പഠിച്ച് തയ്യാറെടുക്കാനായിട്ടുള്ള സമയമാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾ ഇതിൻ്റെ വിവരങ്ങൾ വിളിച്ച് അന്വേഷിക്കുക. എത്രയും വേഗത്തിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. 97 46 45 55 14 എന്നുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് തയ്യാറെടുക്കാം. പരീക്ഷ നന്നായിട്ട് വിജയിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.